നല്ല മഴയത്ത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അടിപൊളി പുഡിങ് കടൽ പെട്ടത്. ഇത് മുന്നേ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മഴയത്ത് അതങ്ങോട്ട് കണ്ടപ്പോൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ വയ്യ. എന്തായാലും ഉണ്ടാക്കണ്ടേ. സംഭവം ഭയങ്കര സിമ്പിളാണ്. ബൂസ്റ്റ് പുഡിങ്ങാണ് സംഭവം. പാലും ഉണ്ട്, ബൂസ്റ്റും ഉണ്ട്, വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. സംഭവം ഭയങ്കര എളുപ്പമാണ്. ഒരു പാക്കറ്റ് പാലെടുക്കുക, അതിലോട്ടേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇടാം. നിങ്ങൾക്ക് വേണ്ട എത്ര ഇടാം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിലോട്ടേക്ക് ഞാനൊരു ഇത്തിരി ഐസ്ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളതിങ്ങനെ ഇളക്കി 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 നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ കുറുകി വരുന്നു വേണ്ട, ജസ്റ്റ് തിളച്ച് കിട്ടുകയാണ് ഇതിൻ്റെ മെയിൻ പരുവെന്ന് പറയുന്നത്. ആൻഡ് അതിലോട്ടേക്ക് ഒരു 5 പാക്കറ്റ് ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇടുമ്പോൾ കുറച്ച് കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. പക്ഷേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല ഒരു ബൂസ്റ്റൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് ആ ഒരു രീതിയിൽ കിട്ടും. ഇതാണ് നമ്മുടെ മെയിൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാൻ അതിലോട്ടേക്ക് ഒരു ഇത്തിരി ജലാറ്റിൻ കൂടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, മിൽക്ക് പൗഡറും ഓപ്ഷനിലാണ്. ഞാനൊരു മുൻകൂർ ജാമം എന്ന പോലെയാണ് ഈ ജലാറ്റിൻ ചേർക്കുന്നത്. കാരണം ആ ഒരു സ്ട്രക്ചർ അങ്ങനെ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ജലാറ്റിൻ ചേർക്കുന്നത്. ഈ മിൽക്ക് പൗഡറും ജലാറ്റിനും വേണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാലും ഞാനത് ചേർത്തു, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഈ മിൽക്ക് പൗഡർ മേ ബി കട്ടിയാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ അത് സാരില്ല, അത് എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പുഡിങ് സെറ്റായി. ഇനി നമ്മളത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കണം. ആ ചൂടോടുക്കനെ കൂടി നമ്മൾ ട്രെയിലോട്ടേക്ക് മാറ്റാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ പുഡിങ് ട്രെയിലോട്ടേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒഴിക്കരുത്. ഇങ്ങനെ പതുക്കെ താഴ്ത്തി പിടിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ആ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ആ ഒരു മിൽക്ക് പൗഡർ കട്ട പിടിച്ചെടുക്കുന്നത് ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു കുഴപ്പമില്ല. അതിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫ്രീസറിൽ സെറ്റാകുമ്പോൾ അത് അതിൻ്റെ കൂടെ സെറ്റായിക്കോളും. അപ്പോൾ അത്രയുള്ള പരിപാടി നമ്മുടെ ബൂസ്റ്റ് പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രീസറിൽ ഓവർനൈറ്റാണ് വെക്കേണ്ടത്. അത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക. അത് കഴിഞ്ഞൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ പുഡിങ് സെറ്റാവുള്ളൂ. പക്ഷേ അത്രയും നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കഴിക്കാനായിട്ട് നല്ല കൊതി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് ഈ ഒരു ഇതിലാണ് ഒരു 3 hours ആയപ്പോൾ വന്നേക്കുന്നത്. നല്ല കട്ടോടെ കഴിക്കണേക്കാൾ ബെസ്റ്റ് എനിക്കിങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.